ഹായ് ഗൈസ്, കിസാൻ വാണി വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വിഷയം നമ്മളുടെ ഒക്കെ വീടുകളിൽ, അതായത് ഒട്ടുമിക്ക വീടുകളിൽ ഒരു പ്രധാന പ്രശ്നമാണ് അടുക്കള വേസ്റ്റ്, അതായത് അടുക്കള മാലിന്യം. അപ്പൊ അത് എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാം എന്ന വിഷയമാണ് നമ്മളിപ്പോ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോയാലോ. അപ്പൊ ഇതാണ് ആ ഉപകരണം, കണ്ടാ? അതായത് ഇത് 3 ബക്കറ്റുകളാണ്. ഇത് ബയോബിൻ എന്ന് പറയും. അതായത് കണ്ടതേ ഒരു ബക്കറ്റ്, ഇതിന് ധാരാളം ഹോൾസ് ഒക്കെ ഉണ്ട്, കണ്ട ഹോൾസ് ഉള്ള ഇതിന് മൂടിയൊക്കെ ഉണ്ട്. അപ്പൊ ഇത് 1ാമത്തെ ബക്കറ്റാണ്. ബക്കറ്റ് ഇതേ 2ാമത്തെ ബക്കറ്റ്. ഇതിന് എല്ലാ താഴെ വശവും ഹോളും സൈഡിനൊക്കെ ഹോൾസ് ഉണ്ട്. 2ാമത്തെ ബക്കറ്റ്. ഇത് 3ാമത്തെ ബക്കറ്റ്. ഇത് അതേപോലെ തന്നെ എല്ലായിടവും ഹോളൊക്കെ ഉണ്ട്, എന്താ ഹോൾഡ് ചെയ്യാനുള്ള. ഇത് ഈ ബിൻ ഹോൾഡറാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ബിൻ ഹോൾഡർ ഇതിനകത്തോട്ട് ഫിറ്റ് ചെയ്യുക. ഒരു ബിൻ ഹോൾഡർ വെച്ച് അടുത്ത ബക്കറ്റ് നമ്മൾ വെച്ചു, 2ാമത്തെ ബക്കറ്റ് വെച്ചു, 3ാമത്തെ ബക്കറ്റ് ഇങ്ങനെ വെച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെ പച്ചക്കറി വേസ്റ്റ് വെച്ച് ഒരു ബയോ കമ്പോസ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇത് ഇനോക്കുലം, അതായത് ചകിരിച്ചോർ അധിഷ്ഠിത ഇനോക്കുലാണ്. അപ്പോൾ ഇത് നമ്മൾ കണ്ടതേ ഇതിൻ്റെ താഴ്വശത്ത് ഒരു 2 ഇഞ്ച് കനത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. 2 ഇഞ്ച് കനം വേണം. ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് 2 ഇഞ്ച് കനമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഒപ്പിച്ചിങ്ങനെ വയ്ക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് ഇതാണ്ട ഈ തുകർന്ന പച്ചക്കറിയാണ്, നമ്മുടെ അടുക്കളയിലുള്ള വേസ്റ്റാണ്. അപ്പോൾ ഇത് പൊടിഞ്ഞു ചേരുന്ന ഏത് സാധനവും നമുക്കിടാം ഇതിനകത്ത്. പക്ഷേ നനവ് പാടില്ലെന്നേ ഉള്ളൂ. നമ്മൾ തുറന്ന സാധനമായിരിക്കണം ഇതിനകത്ത് ഇടേണ്ടത്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒന്നും ഇടാൻ പാടില്ല, ഇരുമ്പ് അതുപോലുള്ള മെറ്റൽസ് ഒന്നും ഇടാൻ പാടില്ല. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഈ പച്ചക്കറി വേസ്റ്റ് കുറച്ച് അങ്ങോട്ട് ഇടാം. അതുകൊണ്ട് ഇതെടുത്തിട്ട് കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്ത് ഒരു ലെയർ നമ്മളിത് ഇട്ട് കൊടുത്തു. അപ്പോൾ അതിനുശേഷം നമ്മൾ വീണ്ടും ഇനോക്കുലം ഇതിൻ്റെ ടോപ്പിൽ ഇങ്ങനെ കയറി കൊടുക്കുക. ഇത് കംപ്ലീറ്റ് മൂടി കിടക്കണം കേട്ടോ. ഈ പച്ചക്കറി വേസ്റ്റൊന്നും മുകളിൽ കാണാൻ പാടില്ല. ഇങ്ങനെ മൂടി കൊടുത്തു. അപ്പം അങ്ങനെ ഒരു ലെയർ ഇട്ടു. ഇനി നമുക്ക് അടുത്തത് കുറച്ചുകൂടി പച്ചക്കറി വേസ്റ്റ് നമുക്ക് എടുത്തിട്ട് കൊടുക്കാം. കൂടുതലുണ്ടെങ്കിൽ നമ്മൾ കുറേശ്ശെ ഇട്ട് കൊടുക്കണം. നമ്മൾ ഒരു ദിവസം ഒരു പ്രാവശ്യം ഇത് നമ്മൾ വേസ്റ്റ് ഇടാനായിട്ട് ഇത് തുറക്കാവുള്ളൂ. അത് എപ്പോഴും തുറന്നു വെക്കരുതും. അതുപോലെ തന്നെ നമ്മൾ വൈകുന്നേരം സമയങ്ങളിൽ ഒരു ദിവസം എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ ഇതേമാതിരിയുള്ള ഒരു ഹോൾസുള്ള ഒരു നെറ്റുള്ള വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിഞ്ഞു പോകാവുന്ന രീതിയിലുള്ളൊരു കുട്ടയെടുക്കുക. അതിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ വൈകുന്നേര സമയങ്ങളിൽ മാത്രം ഇത് തുറക്കുക. തുറന്നിട്ട് ഇങ്ങനെ ഇടുക. വീണ്ടും ഇപ്പൊ 2ാമത്തെ പ്രാവശ്യമാണ് ഇട്ടത്. ഇപ്പൊ നമ്മൾ വീണ്ടും ഇങ്ങനെ ഇടുക. ഇതിപ്പോ ഉണ്ടായിരുന്ന മൊത്തം നമ്മൾ കുടഞ്ഞിട്ടു. ഇനി വീണ്ടും നമ്മൾ ഈ ഇനോക്കുലം വീണ്ടും നമ്മളിട്ട് ഇത് ഫില്ല് ചെയ്യാൻ ഇങ്ങനെ ഫില്ല് ചെയ്യും. നമ്മളിട്ട് ഫില്ല് ചെയ്തു. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഈ ജലാംശമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് നമുക്കാണെങ്കിൽ ഒരു 3-4 കരികിലൊക്കെ ഇട്ട് കൊടുക്കുന്നു, കുഴപ്പമില്ല. ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കുറച്ച് കരികില നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കരികില ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ കൂട്ടത്തിലാണ്. അപ്പോൾ കരികിലം കൂടി ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇനോക്കുലം വീണ്ടും ഇട്ട് കൊടുക്കണം. എപ്പോഴും നമ്മൾ ചെയ്യുമ്പോഴും ഇതിൻ്റെ ടോപ്പ് വശത്ത് ഇനോക്കുലം ഇങ്ങനെ കിടക്കണം.
ഇങ്ങനെ നമ്മൾ മൂടി വെക്കുന്ന സമയത്ത് ഇങ്ങനെ കംപ്ലീറ്റ് ഇതിൻ്റെ പുറത്ത് ഇതിനകത്തെല്ലാം കിടക്കണം. എന്നുവെച്ചാൽ അധികം ഒന്നും ഇടാൻ പാടില്ല, ഇത് മൂടി കിടക്കാവുന്ന രീതിയിൽ ഇങ്ങനെ ഇട്ടാൽ മതി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യുക. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ മാത്രം ഉപയോഗിക്കുക. പിന്നെ തുറന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുക. നമ്മൾ പ്ലാസ്റ്റിക് അതുപോലുള്ള സാധനങ്ങളൊന്നും ഇടരുത്. ഇതെങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും ഒരു 40 ദിവസം ആകുമ്പോൾ തന്നെ അപ്പോൾ ഇത് ബയോ കമ്പോസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ എടുത്തതിന് ശേഷം നമ്മളിതിങ്ങനെ മൂടി വയ്ക്കുന്നു. മൂടി വെച്ച് അപ്പോൾ ഇത് നിറഞ്ഞു എന്ന് കരുതുക, നിറഞ്ഞു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബക്കറ്റ് എടുക്കുക. എടുത്തിട്ട് നമ്മൾ ഏറ്റവും താഴെ വശം കൊണ്ട് വയ്ക്കണം. അപ്പോൾ ഇത് നിറഞ്ഞ ബക്കറ്റാണ്, കണ്ടോ? ഏറ്റവും താഴെ വശം നമ്മൾ കൊണ്ട് വയ്ക്കും. വെച്ചിട്ടതിന് ശേഷം ഈ മറ്റ് 2 ബക്കറ്റുകൾ ഇതിൻ്റെ പുറത്തിങ്ങനെ വയ്ക്കുക. അപ്പോൾ ആ ബക്കറ്റ് നിറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ഇതേപോലെ തന്നെ ആ നിറഞ്ഞ ബക്കറ്റ് കഴിഞ്ഞ് അടുത്ത ബക്കറ്റിലേക്ക് ഇതേപോലെ തന്നെ ഇടുക. ഇത് നിറയ്ക്കുക. അപ്പോൾ ഇത് നിറച്ച് കഴിഞ്ഞ് ഇതെടുത്തിട്ട് ഇതിൻ്റെ നേരെ താഴെയുള്ള ബക്കറ്റ് ഏറ്റവും മുകളിലായിട്ട് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെച്ച് കഴിയുമ്പം ഇത് 3 എണ്ണം നിറഞ്ഞ് വരുമ്പോൾ ഏതാണ്ട് നമ്മുടെ ഏറ്റവും താഴെ വശമുള്ളത് ബയോ കമ്പോസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിന് ശേഷം ഈ താഴെ വശം ഉണ്ടല്ലോ, ഈ ഡ്രോയിൽ നമ്മുടെ ഇതിനകത്ത് ഇതിൻ്റെ ജലാംശം വരും. അതായത് NPK ആയിട്ടുള്ള നല്ല വളമാണ്. ഇത് നമുക്കെടുത്ത് ഇതിൻ്റെ ഈ വെള്ളം എടുത്ത് നമുക്ക് പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ബിൻ നിറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു കാരണവശാലും നമ്മൾ കൂടുതൽ ഈർപ്പമുള്ള സാധനങ്ങൾ ഇതിനകത്ത് നിക്ഷേപിക്കരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പുഴുവുണ്ടാകും. അപ്പോൾ നമ്മളത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ തോർന്ന സാധനം മാത്രമേ ഇടുക. ഇപ്പോൾ ചിക്കൻ്റെ ഉണ്ടല്ലോ, എല്ലൊക്കെ ഇട്ടാൽ തന്നെ അത് പൊടിഞ്ഞു ചേരും. അപ്പോൾ നമ്മളിത് ഒരു ലെയർ എന്തുമാത്രം ഉണ്ടല്ലോ അത് ഇട്ട് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്യണം. ഈ ഇനോക്കുലം ഇട്ട് കവർ ചെയ്താൽ മാത്രം മതി. ഇതെല്ലാ വീടുകളിലും നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റിയതാണ്. എനിക്കിത് കിട്ടിയതെന്ന് വെച്ചാൽ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ നമ്മൾ പഞ്ചായത്തിൽ നിന്ന് വരുമ്പോൾ നമുക്ക് സബ്സിഡി ആയിട്ട് തന്നെ കിട്ടും. ഇത് പിന്നെ 3 പിന്നും കൂടി കിട്ടിയതെന്ന് പറഞ്ഞാൽ 200 രൂപയ്ക്ക് താഴെ വരുന്നുള്ള അതിൻ്റെ റേറ്റ്. നമുക്കിത് ഓൺലൈനായിട്ടും കിട്ടും. എല്ലാം കൊണ്ടുണ്ടെങ്കിൽ നമുക്ക് 2-3 ബക്കറ്റ് വാങ്ങിച്ചിട്ട് തന്നെ ഇതുപോലെ ഹോളൊക്കെ ഇട്ട് നമുക്ക് ശരിയാക്കി എടുക്കാൻ തന്നെ പറ്റും. ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുകയെന്ന് വെച്ചാൽ 2 സെൻറ്റ് 5 സെൻറ്റൊക്കെ താമസിക്കുന്നവരും അതുപോലെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് അവർക്കൊക്കെ വേസ്റ്റൊക്കെ കൊണ്ടുപോയി കളയാനായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വളരെ പ്രയോജനം ചെയ്യുന്നൊരു സംഭവമാണ്. അതുപോലെ തന്നെ ഒരു പടിക്ക് 2 പക്ഷിയാണ്. കാരണം വെച്ചാൽ നമുക്ക് ഒരു ബയോ കമ്പോസ്റ്റ് കിട്ടുന്നു, നമുക്ക് വളം കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട, നമ്മുടെ വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കുന്നു. ഇതൊക്കെ വലിയ നല്ല കാര്യമല്ലേ. ടെറസിൽ പിന്നെ കൃഷി ചെയ്തിരിക്കുന്നവർക്കും അതുപോലെ തന്നെ പൂച്ചെടികളും ഒക്കെ ഗാർഡനൊക്കെ ചെയ്തിരിക്കുന്നവർക്കൊക്കെ ഈ കമ്പോസ്റ്റ് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. അത് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ പിന്നെ കിച്ചണിൻ്റെ അകത്ത് വയ്ക്കണമെന്ന് പറയുന്നില്ല. കിച്ചണിൻ്റെ പുറത്താണെങ്കിലും ഏതെങ്കിലും ഒതുങ്ങിയ സ്ഥലങ്ങളിൽ ഇതേമാതിരി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സുരക്ഷിതമായിട്ട് ഇത് എല്ലാ വീടുകളിലും നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കും. സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വ്യത്യസ്തവും വിജ്ഞാനപ്രദവുമായ വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.